1965 ഒക്ടോബറിൽ അമേരിക്കയും ഇന്ത്യയും ചേർന്ന് നന്ദാദേവി പ്ലൂട്ടോണിയം ദൗത്യത്തിന് തുടക്കമിട്ടു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-യും ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി ആസൂത്രണം ചെയ്ത ദൗത്യത്തിന്റെ ലക്ഷ്യം നന്ദാദേവി കൊടുമുടിയുടെ മുകളിൽ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിദൂര ആശയവിനിമയ ഉപകരണം സ്ഥാപിക്കുക എന്നതായിരുന്നു. ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിലെ ആണവ പരീക്ഷണങ്ങൾ രഹസ്യമായി നിരീക്ഷിക്കുകയായിരുന്നു ലക്ഷ്യം. സിൻജിയാങ് പ്രവിശ്യയിൽ അമേരിക്കൻ ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ചൈനീസ് ഭീഷണികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അമേരിക്കയ്ക്ക് കിട്ടിയിരുന്നില്ല. സിൻജിയാങ് പ്രവിശ്യയുടെ വലിയൊരു ഭാഗം ഹിമാലയൻ കൊടുമുടികളിൽ നിന്ന് ദൃശ്യമായിരുന്നു. നന്ദാദേവി ദൗത്യം എന്ന ആശയം ആദ്യമായി രൂപപ്പെടുന്നത് 1964 വാഷിംഗ്ടൺ ഡിസിയിലാണ്. 1962 യുദ്ധത്തിനു ശേഷം ചൈനയെ വലിയ സംശയത്തോടെ നോക്കിക്കൊണ്ടിരുന്നതിനാൽ ദൗത്യത്തിനായി സമീപിച്ചപ്പോൾ ഇന്ത്യയും സമ്മതം മൂളി. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടിയായ നന്ദാദേവിക്ക് 7817 മീറ്ററാണ് ഉയരം. പ്രവചനാതീതവും കഠിനവുമായ കാലാവസ്ഥ ഈ പർവ്വതത്തിനു മുകളിലേക്ക് എത്തിപ്പെടുന്നത് അതീവ ദുഷ്കരമാക്കുന്നു. നന്ദാദേവിയിലേക്കുള്ള പര്യവേഷണ സംഘത്തെ നയിക്കാനായി തിരഞ്ഞെടുത്തത് രാജ്യത്തെ ഏറ്റവും ആദരണീയനായ പർവ്വതാരോഹകൻ മൻമോഹൻ സിംഗ് കോലിയെയാണ്. യാത്രയിലെ ഏറ്റവും വലിയ വെല്ലുവിളി കൊടുമുടിയിലേക്ക് ചുമന്നു കൊണ്ടുപോകേണ്ടിയിരുന്ന ഉപകരണങ്ങളായിരുന്നു. പ്രധാന ഉപകരണം 57 കിലോഗ്രാം ഭാരമുള്ള പ്ലൂട്ടോണിയത്തിൽ പ്രവർത്തിക്കുന്ന റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ ആയിരുന്നു. ഇതിനൊപ്പം 8 മുതൽ 10 അടി വരെ നീളമുള്ള ആന്റിന, 2 ട്രാൻസ്സീവർ സെറ്റുകൾ, 7 പ്ലൂട്ടോണിയം ക്യാപ്സ്യൂളുകൾ, ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പകുതിയോളം വലിപ്പമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു സ്നാപ്പ് ജനറേറ്റർ എന്നിവയുണ്ടായിരുന്നു. പർവ്വതാരോഹകർക്കൊപ്പം ചുമട്ടുകാരും ഷെർപ്പുകളും ആണവ വിദഗ്ധരും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും സിഗ്നൽ വിദഗ്ധരും ആശയവിനിമയ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സംഘവും അകമ്പടിയായി ഉണ്ടായിരുന്നു. ദൗത്യത്തിന്റെ ഭൂരിഭാഗവും സുഗമമായി. ഒക്ടോബർ അവസാനത്തോടെ സംഘം 24,000 അടി ഉയരത്തിലുള്ള 4-ാം ക്യാമ്പിലെത്തിയപ്പോൾ കനത്ത മഞ്ഞുവീഴ്ചയും കൊടുങ്കാറ്റുമെത്തി. മൻമോഹൻ സിംഗ് കോലിയുടെ നിർദ്ദേശപ്രകാരം പ്രധാന ഉപകരണവും മറ്റും ഒരു ഗുഹയിൽ സുരക്ഷിതമായി വച്ച ശേഷം കയറുകൾ കൊണ്ട് കെട്ടിയുറപ്പിച്ചു. കാലാവസ്ഥ മോശമായതിനാൽ ദൗത്യം തുടരാനാവില്ലെന്നു കണ്ട് സംഘം മലയിറങ്ങി. 1966 മെയ്യിൽ ദൗത്യത്തിന്റെ അവസാന ഘട്ടം പൂർത്തിയാക്കാൻ സംഘം 4-ാം ക്യാമ്പിൽ തിരിച്ചെത്തി. എന്നാൽ ഉപകരണം അവിടെ കാണാനില്ലായിരുന്നു. അന്നത്തെ മഞ്ഞുവീഴ്ചയിലുണ്ടായ ഒരു ഹിമാലയത്തിൽ കയറുകളെല്ലാം പൊട്ടി ഉപകരണങ്ങൾ മലഞ്ചെരുവിലേക്ക് പതിച്ചെന്നാണ് കരുതപ്പെടുന്നത്. ആ ആണവ ഉപകരണത്തെക്കുറിച്ച് 6 പതിറ്റാണ്ടിനു ശേഷം ഒരു വിവരവുമില്ല. ഇത് കണ്ടെത്താനുള്ള ഒട്ടേറെ തിരച്ചിലുകൾ പിന്നീട് നടത്തി. അവയെല്ലാം വിഫലമായി. നന്ദാദേവി കൊടുമുടിയും വന്യജീവി സങ്കേതവും 1974 വരെ പര്യവേഷണങ്ങൾക്കായി അടച്ചിട്ടിരുന്നു. ഈ ദൗത്യം 70കളുടെ അവസാനം വരെ രഹസ്യമായി തുടർന്നു. 1978 ഏപ്രിലിൽ പ്രധാനമന്ത്രി മൊറാർജി ദേശായി പാർലമെന്റിൽ ഈ ദൗത്യത്തെക്കുറിച്ച് സ്ഥിരീകരിച്ചു. ഇന്നും മേഖലയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഉപകരണം കാരണമായിരുന്നതെന്ന് മട്ടിൽ പ്രചാരണങ്ങളുമാകാറുണ്ട്.